നിയമസഭാ സമ്മേളനം പുരോഗമിക്കുകയാണ്. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം സഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടക്കവേ മുസ്ലിം ലീഗിന്റെ MLA എൻ ഷംസുദ്ദീൻ സഭയിൽ ഒരു പ്രയോഗം നടത്തിയിരുന്നു. ആ പ്രയോഗം നടത്തിയ സമയത്ത് തന്നെ സ്പീക്കർ എൻ ഷംസീർ അത് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ ആവർത്തിക്കരുത്, അത് അൺപാർലമെന്ററി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു താക്കീത് കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പിന്നീട് അത് വലിയ വിവാദമാക്കി മാറ്റി എൻ ഷംസുദ്ദീൻ സഭയിൽ അസഭ്യം പറഞ്ഞു. വീണ ജോർജിനെ, വനിതയായ വീണ ജോർജിനെ എന്തൊക്കെയോ വലിയ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി എന്ന തലത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരികയും CPM എൻ ഷംസുദ്ദീൻ MLA-ക്കെതിരെ പുറത്ത് മണ്ഡലത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഒരു പ്രചരണം നടത്തുകയും അദ്ദേഹത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. എന്നാൽ അന്ന് സഭയിൽ എന്താണ് ഈ എൻ ഷംസുദ്ദീൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും വലിയ ഒരു സംശയമുണ്ട്. കാരണം അദ്ദേഹം അത് മൈക്കിലല്ല പറഞ്ഞത്. അദ്ദേഹം ഈ മന്ത്രിയുടെ സംസാരവേളയ്ക്ക് ഇടയിലാണ് ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ആ പ്രയോഗം നടത്താനുണ്ടായ സാഹചര്യത്തിലേക്ക് ആദ്യം വരാം. അന്ന് സഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ച എന്ന് പറയുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ചായിരുന്നു. അത് ആ വിഷയത്തിൽ സർക്കാരിന്റെ പിടിപ്പുകേട്, ആരോഗ്യ വകുപ്പിന്റെ ഒരു വീഴ്ച, അതിനെക്കുറിച്ചായിരുന്നു ചർച്ചകൾ. മറുപടി പറയുന്ന വേളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ എൻ ഷംസുദ്ദീൻ, അദ്ദേഹം മണ്ണാർക്കാട് MLA ആണ്, ആ മണ്ഡലവും അദ്ദേഹത്തിന്റെ പേരും എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ മണ്ഡലത്തിലില്ല, വല്ലപ്പോഴും ഒക്കെ മണ്ഡലത്തിൽ പോയി നോക്കണം. അത് അട്ടപ്പാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് അത്തരത്തിലൊരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എൻ ഷംസുദ്ദീൻ മണ്ഡലത്തിലില്ല, മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നോ ഒരു പരാമർശം അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അവിടെ നടത്തുകയുണ്ടായി. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ രംഗത്ത് വന്നു. അദ്ദേഹം എണീറ്റ് അതിന് മറുപടി പറഞ്ഞു. ഇത് അംഗീകരിക്കാനാകില്ല, ഒരു MLA-യുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മണ്ഡലത്തിലില്ല എന്നൊക്കെ പറയുന്നത് വാസ്തവവിരുദ്ധമാണ്, വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയരുത് എന്ന് ഈ VD സതീശൻ തന്നെ പറഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് ഇതിന് മറുപടി പറയാൻ എൻ ഷംസുദ്ദീനെ അനുവദിക്കാതെ വന്നപ്പോൾ വലിയ ബഹളമുണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തു. അതിനിടയ്ക്കാണ് എൻ ഷംസുദ്ദീൻ ഒരു പ്രയോഗം നടത്തിയത്. അത് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ അവിടെ ഒരു വലിയ ബഹളം നടക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. സ്പീക്കറെ നോക്കിക്കൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ തന്നെ സ്പീക്കർ അത് ഇടപെടുകയും അദ്ദേഹത്തോട് അത്തരമൊരു പ്രയോഗം നടത്തരുത്, അത് പിൻവലിക്കണമെന്ന് പറയുകയും ഒക്കെ തന്നെ ചെയ്തു. അപ്പോൾ ഇത് അങ്ങനെ സഭയിൽ അധികം ആരും കേട്ടില്ല. പിന്നീടാണ് ഭരണപക്ഷം ഇത് ഏറ്റുപിടിക്കുന്നത്. വീണ ജോർജിന് തൊട്ടുപിറകിലിരുന്ന മന്ത്രി സജി ചെറിയാൻ ഉടൻ തന്നെ എണീറ്റിട്ട് വലിയ രീതിയിൽ വനിത ആയതുകൊണ്ട് മന്ത്രിയെ അധിക്ഷേപിച്ചു, ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത പ്രയോഗമാണ് നടത്തിയത് എന്ന തരത്തിൽ, എന്തോ കേട്ടാലറയ്ക്കുന്ന തെറി പറഞ്ഞു എന്ന തരത്തിൽ ഒരു പ്രചരണം അഴിച്ചുവിടുകയും എൻ ഷംസുദ്ദീനെതിരെ വലിയ രീതിയിലൊരു വിമർശനവുമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ തന്നെ ചെയ്തു. ഇപ്പോൾ ഈ ഷംസുദ്ദീൻ എന്താണ് താൻ പറഞ്ഞത് എന്ന കാര്യം പുറത്ത് പറഞ്ഞതോടുകൂടി ഈ CPM-ന്റെ വിഷയത്തിലെ അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പൊള്ളയായിട്ടുള്ള ഒരു പ്രചരണം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തരത്തിൽ പ്രയോഗങ്ങൾ നടത്തി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങളിലേക്ക് തങ്ങൾ പോകുമെന്നൊക്കെ തന്നെയാണ് CPM പറഞ്ഞത്. അതിന്റെ മുനയൊടിക്കുന്നതാണ് ഇപ്പോൾ എൻ ഷംസുദ്ദീൻ. അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം നമുക്കറിയാം. എന്തെങ്കിലും വിഷയം ഒരു സഭയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വലിയ രീതിയിൽ പർവ്വതീകരിച്ചുകൊണ്ട് ആ പ്രതിപക്ഷ MLA-മാർക്കെതിരെ അവരെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണത്തിലേക്കും സമരമാർഗങ്ങളിലേക്കും ഈ CPM പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ശൈലിയാണത്. ഒരു MLA എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷ MLA പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത്തരമൊരു വെല്ലുവിളിയും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരിക, അത് ശരിയായ ഒരു കാര്യമല്ല എന്നാണ് എൻ ഷംസുദ്ദീൻ പറയുന്നത്. പ്രത്യേകിച്ചും താൻ എപ്പോഴും മണ്ഡലത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഇന്നലെ സഭ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും മണ്ഡലത്തിലേക്ക് പോയിട്ടുണ്ട്. മണ്ഡലത്തിൽ വെച്ചാണ് അദ്ദേഹം ഒരു മാധ്യമത്തോട് തന്റെ പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഇനിയിപ്പോൾ 5-6 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. മണ്ണാർക്കാട് തുടർച്ചയായിട്ട് ഏതാണ്ട് 3 തവണയും ജയിച്ചു വരുന്ന ഒരു MLA ആണ് എൻ ഷംസുദ്ദീൻ. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തനിക്കെതിരായിട്ടുള്ള വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ച ഒരു ആരോപണം ഉന്നയിച്ച് അത് പർവ്വതീകരിച്ച് തന്നെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സമരത്തിലേക്ക് CPM പോവുകയാണ്. താൻ അത്തരത്തിൽ മോശമായിട്ട് എന്തെങ്കിലും തെറി പറയുന്ന ഒരു ആളല്ല, അത്തരത്തിൽ കാര്യം ഒന്നും പറഞ്ഞിട്ടുമില്ല. 14.5 വർഷമായി താൻ സഭയിലെത്തിയിട്ട് ചെന്ന കാലം മുതൽ തന്നെ, സഭയിലെത്തിയ ദിവസം മുതൽ തന്നെ താൻ അങ്ങനെ ശാന്തനായിട്ടിരിക്കുന്ന ആളല്ല, അഗ്രസീവായിട്ട് കാര്യങ്ങൾ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഒരിക്കൽ പോലും, ഒരു ഘട്ടത്തിൽ പോലും ആരെയും അധിക്ഷേപിക്കുകയോ എന്തെങ്കിലും തെരുവാക്കുകൾ സഭയ്ക്കകത്ത് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. സഭയിലെ ഒരു മാന്യതയും മര്യാദയും ഒക്കെ തന്നെ തനിക്കറിയാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ എൻ ഷംസുദ്ദീനെതിരെ ഒരു വലിയൊരു പ്രചരണം നടത്താം, അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കാം
എന്നുള്ള CPM-ന്റെ ആ നീക്കം, ആ ഒരു ഗൂഢമായ ഒരു ലക്ഷ്യം, അതിനിപ്പോൾ അന്ത്യമായിരിക്കുകയാണ്. അവരുടെ ഒരു ആരോപണ മുന അല്ലെങ്കിൽ ആ ഒരു ആക്രമണ മുന N. ഷംസുദ്ദീൻ തന്നെ ഇന്നത്തെ പ്രതികരണത്തിലൂടെ ഒടിച്ചിരിക്കുകയാണ്.